അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മളിന്ന് കോലാഹലമേടിന്റെ പരിശുദ്ധമായ മണ്ണിലാണ് ഉള്ളത്. അസ്സലാമു അലൈക്കും ഉസ്താദേ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഈ കോലാഹലമേട് ആണ്ട് നേർച്ച നടന്നു വരിക. അതിന്റെ ഭാഗമായിട്ട് ഈ വർഷവും വളരെ വിപുലമായ രീതിയിലാണ് ഈ ആണ്ട് നേർച്ച നടത്തപ്പെടുന്നത്. അപ്പം ഒരുപാട് പേർക്ക് അന്നദാനം എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം ഈ കോലാഹലമേടിനെ കുറിച്ചും ഈ ആണ്ട് നേർച്ചയെ കുറിച്ചൊക്കെ എന്താണ് ഉസ്താദിന് പറയാനുള്ളത്? കോലാഹലമേട് ജനമനസ്സുകളിൽ അടിഞ്ഞു കൂടിയ ഒരു മഹത്തായ ഒരു മക്കാമാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഫരീദ് ഔലിയ തങ്ങൾ അവറുകൾ ഇബാദത്തിനായി തെരഞ്ഞെടുത്ത പുണ്യമായ കറാമത്തുകളും അദൃശ്യമായ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു പുണ്യഭൂമിയാണ് കോലാഹലമേട്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള വിശ്വാസികളായ ആളുകൾ ഇവിടെ സിയാറത്തിനായി എത്തിച്ചേരുന്നു. 24, 25, 26 തീയതികളിലായിട്ടാണ് ഇവിടെ നേർച്ച നടക്കാറ്. എല്ലാ മാസവും ഏപ്രിൽ 25 അവസാന ഞായറാഴ്ച ദിവസമാണ് ഇവിടുത്തെ നേർച്ചകൾ നടക്കാറുള്ളത്. നേർച്ചയിൽ എത്തിച്ചേർന്ന എല്ലാ വിശ്വാസികൾക്കും അവിടെ ആഗ്രഹ സഫലീകരണത്തിനായി മക്കാമിൽ വെച്ച് ഖുർആൻ പാരായണം, മൗലിദ്, ദിക്ർ, സ്വലാത്ത് തുടങ്ങിയ ആത്മീയ പരിപാടികളോടുകൂടി അവിടെ സംഘടിക്കുകയും അവിടെ എത്തിയ എല്ലാ ആളുകൾക്കും പ്രത്യേകം പ്രാർത്ഥനകൾ നൽകി അവിടുത്തെ നേർച്ച സാധനങ്ങളായ എണ്ണ, മധുര സാധനങ്ങൾ നൽകി അനുഗ്രഹിച്ചു വിടുന്ന ഒരു മഹത്തായ ഒരു കർമ്മമാണ് മക്കാമിൽ നടക്കാറുള്ളത്. താഴെ ഈ സ്റ്റേജിലെത്തുന്ന 10,000-കണക്കിനായ ആളുകൾക്ക് സുഭിക്ഷമായ ഭക്ഷണം, തേങ്ങാച്ചോറും പോത്തിറച്ചിക്കറിയും കൊടുത്ത് നേർച്ച ഭക്ഷണം കൊടുക്കുന്ന മഹത്തായ ഒരു കർമ്മമാണ് വർഷങ്ങളായിട്ട് ഇവിടെ നടക്കാറുള്ളത്. വരുന്നവരാരും പട്ടിണി പോകുന്നില്ല. വരുന്ന സകല ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്താ ചെയ്തിരുന്നത്. അപ്പൊ ഇതിന്റെ ചെലവിന് നമുക്ക് എത്ര അരി വേണ്ടി വരും, എത്ര കിലോ ഇറച്ചി വേണ്ടി? ഇത്രയും വലിയൊരു പരിപാടി 2000 കിലോ അരിയും അതനുസരിച്ചുള്ള ഇറച്ചിയുമാണ് സാധാരണ ഇവിടെ വെക്കാറുള്ളത്. അതെല്ലാം വിശ്വാസികളായ ആളുകളിൽ നിന്ന് നേർച്ചയായിട്ട് കിട്ടുന്നു, അത് കൊടുക്കുന്നു. അങ്ങനെയാണ് സർവ്വസാധാരണയായിട്ട് ഇവിടെ നടന്നു വരാറുള്ളത്. നമ്മളിതിന്റെ ചെലവ് എങ്ങനെ നികത്തും? ഭയങ്കര ഭാരിച്ചൊരു ചെലവാണ് നമുക്ക് കോലാഹലം വേണ്ടി വരുന്നത്. അപ്പൊ ആ ചെലവിന്റെ സാമ്പത്തികം നമ്മൾ എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇവിടെ എത്തുന്ന വിശ്വാസികളായ ആളുകളാണ് ഈ നേർച്ചയിലേക്കുള്ള ചെലവുകളൊക്കെയും തരുന്നത്. ഇതിന്റെ സംഘാടകരായ കമ്മിറ്റിക്കാര് ആകാത്ത സംഭവങ്ങളൊക്കെയും മറ്റുള്ള ആളുകളിൽ നിന്ന് സംഘടിപ്പിച്ച് ഇത് കൃത്യമായി നിർവഹിച്ചു കൊണ്ടുവരും. നാളൊരിതുവരെയും ഒരു സാമ്പത്തിക ബാധ്യതയായി നേർച്ചയിൽ വരാറില്ല. എല്ലാ ദിവസവും ഗേറ്റ് ഓപ്പൺ ആണോ, അതോ മാസത്തിലെ ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ? ഗേറ്റ് എല്ലാ ദിവസവും ഓപ്പൺ. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ. 5 മണി കഴിഞ്ഞാൽ ഇവിടെ ആരെയും നിർത്താറില്ല. കാരണം ഈ സ്ഥലത്തിന്റെ പരിശുദ്ധതയും മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായി 5 മണിക്ക് ഇവിടെയുള്ള സെക്യൂരിറ്റികൾ ഗേറ്റുകൾ അടച്ച് ഇവിടെയുള്ള ആളുകളെ ഈ ഗേറ്റിൽ പുറത്താക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പൊ ആർക്കും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും എപ്പോഴും കടന്നു വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ് കോലാഹലമേട് അല്ലേ? എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും ജാതി ഭേദമന്യേ യാതൊരു വ്യത്യാസവും ഇല്ലാതെ എപ്പോഴും ഈ മക്കാമിൽ വരികയും അവിടെ ആഗ്രഹ സഫലീകരണത്തിനായി പ്രാർത്ഥനകൾ നടത്തുന്ന ഒരു പുണ്യ മക്കാമാണ് ഈ കോലാഹലമേട് തങ്ങൾപ്പാറ മക്കാം. ഈ ഔലിയയുടെ പേരെന്താണ്? ചിലർക്ക് അറിയത്തില്ല. എന്താണ് ഈ ഔലിയയുടെ പേര്? ഇവിടെ അടങ്ങിയിരിക്കുന്നത് ഇത് ഖുറാസാനിൽ നിന്ന് പ്രാർത്ഥനാർത്ഥം വന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഫരീദ് ഔലിയ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അഫ്ഗാനിസ്ഥാൻകാരനാണ്. എത്ര വർഷമായി കാണും? നൂറ്റാണ്ടുകളായോ? നൂറ്റാണ്ടുകളായി അദ്ദേഹം വന്നിട്ട്. കേറി എവിടെ താമസിക്കുന്നത്? രാവിലെ ആരാ കൂടെ ഉള്ളത്? അമ്മ, പേരെന്നാ? പഠിക്കുന്നില്ലേ? അടുത്താ നടന്നു? അടുത്തില്ല. എല്ലാ വർഷം വരുമോ? എവിടെ താമസിക്കുന്നത്? തൊട്ടടുത്ത് താമസിക്കുന്നത്. ഇവിടെ എപ്പോഴേലും വരാം. കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? ഇല്ല. ഞങ്ങൾ ഏത് സമയം രാവിലെ വൈകിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്ന എപ്പോഴും വരും.
പമ്പുറ്റ ഹംസാരലി അല്ലാ ചാടി ചമ്പിയ സുവാനിൽ മാറിട വല്ലല്ല ബിമാഹമൂദർ ഹൗലീന് വെള്ളം കുടിക്കുന്നു നാരിട അമ്പർ സബിയുള്ള കാവൽ വച്ചുള്ള സംബരമിൽ ചെന്ന് ചേരിട ഖൈറുൽ വറാനബിയ കൂളത്തിന് ധൈര്യമുണ്ടെങ്കിൽ പോരിട ബമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വന്ന് വിളത്തോടെ വെള്ളം കൂടിച്ചാട്ടെ ഉമ്മിക്ക് മാമാദം പൊട്ടിയൂളമട്ടെ കൂറിയ വാക്കിനെ കേട്ട് വേലിപ്പെട്ടെ സംസാരിക സാരിക പാമകാരി റിങ്കാരി മകരിക കാകും ദാക ടിം 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 കിടചെങ്കും കുളാങ്കകളും താളം തരികിട ജനുദത്ത നിമിതാലി കൊണ്ടാനേ പമ്പുറ്റ ഹംസാരലി അല്ലാ ചാടി ചമ്പിയ സുവാതിൽ മാറിട വല്ലല്ല ബിമാഹമൂദർ ഹൗലീന് വെള്ളം കുടിക്കുന്നു നാരിട എട്ടേ വേളയിൽ ആസ്വാദം മൊളിഞ്ഞ